ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് പോകുന്നത് നമ്മളെ മാംഗോ ഫെസ്റ്റിനായിട്ടോ. മെറൈൻ ഡ്രൈവിൽ മാംഗോ ഫെസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ലാസ്റ്റ് 19-ാം തീയതി വരെ ആയിട്ടേ ഉള്ളൂ അത്. അപ്പം മാംഗോ ഫെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അമ്മയൊക്കെ വന്ന സമയമായതുകൊണ്ട് വിചാരിച്ചു എന്തായിട്ട് അതിന് കൊണ്ടുപോകാമെന്ന്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാങ്ങയും കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഫെയറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എന്നാൽ ഒരു രസമല്ലേ ഇതൊക്കെ. അപ്പം നേരെ അങ്ങോട്ട് കേട്ടോ, നമ്മൾ ബസ് കയറി വൈറ്റിലേന്ന്, എന്നിട്ട് നേരെ മെറൈൻ ഡ്രൈവിൻ്റെ അവിടെ, അതായത് ഹൈക്കോർട്ടിൻ്റെ അവിടെ ഇറങ്ങി. അവിടെയാണ് മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്. പോകുമ്പോൾ തന്നെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. ഒരു മഴക്കാറ് മൂടിയ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇൻ്റർനാഷണൽ മാംഗോ ഫെസ്റ്റാണ് നടക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യത്തെ പോകുമ്പോൾ തന്നെ പുറത്ത് ചക്കയും മാങ്ങയും ഒക്കെ ഇങ്ങനെ കൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. ചക്കേൻ്റെ ഒന്നും സ്മെല്ല് കൊണ്ട് അടുത്തെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ചക്ക, എനിക്ക് പഴുത്തച്ചക്കേനെയും കാട്ടി എനിക്കിഷ്ടം പച്ചച്ചക്കയാണ്. അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ചക്കേനെ കൊണ്ട് വലിയ ഇഷ്ടമില്ല. പക്ഷെ മാങ്ങ ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ പക്ഷെ നല്ല മധുരം വേണം, അല്ലാണ്ട് പുളിയുള്ള മാങ്ങയൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ട്. പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ 100 രൂപയായാലും കയറിക്കഴിഞ്ഞാൽ ഏത് മാങ്ങ എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഫ്രീ ആയിട്ട് ആരും ഒന്നും പറയില്ല, എത്ര വേണമെങ്കിലും കഴിക്കാം. 100 രൂപയ്ക്ക് നമുക്ക് മുതലാക്കിയിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ AC കണ്ടീഷണറും കൂടിയാണ്, ചൂടായതുകൊണ്ടാണ് തോന്നുന്നു അതും കൂടെ സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്കും നല്ല മഴ വരുന്നൊരു ക്ലൈമറ്റ് പോലെ ഉണ്ടായത്. അപ്പോൾ ഓരോ മാങ്ങയായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. വല്യമ്മയും അമ്മയും അച്ഛനൊക്കെ ഇത് ആദ്യമായിട്ടാണ്. അപ്പം എല്ലാം ഒരു പച്ചമാങ്ങ രീതി പോലെ ഉണ്ടായത് കേട്ടോ. എല്ലാം പഴുത്തിട്ടൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് അത് പഴുക്കുള്ളൂ. ബാക്കിയൊക്കെ ഒരു പച്ചമാങ്ങ സ്റ്റൈൽ പോലെ ഉണ്ടായത്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ പേരൊന്നും ഇതുവരെ കേട്ടിട്ടും കൂടി ഇല്ല. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ടേസ്റ്റ് ചെയ്തു, നോക്കി ടേസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചന്ദ്രക്കാരൻ മാങ്ങ വാങ്ങാമെന്ന് വിചാരിച്ചു. അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ തപ്പി നടക്കലായിരുന്നു. അത് എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ മിക്ക മാങ്ങയും ടേസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. പഴുക്കാത്തതുകൊണ്ടാണ്, 2 ദിവസം കഴിഞ്ഞാലേ പഴുക്കുള്ളൂ. സ്മെല്ല് മാമ്പഴത്തിൻ്റെ എല്ലാം പച്ചയായതുകൊണ്ട് സ്മെല്ലൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് കുറച്ചധികം മാങ്ങയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം വല്യമ്മ ഓരോന്നിങ്ങനെ നോക്കി വാങ്ങുകയെന്ന്. ഇതിപ്പോൾ സേലം എന്ന് പറഞ്ഞൊരു മാമ്പഴമാണ്. അപ്പം അത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് അവരുടെ നിന്ന് കവറും ടോക്കണും തരും. അതനുസരിച്ച് നമുക്ക് മാങ്ങ എടുത്ത് നമുക്ക് കവറിലിടാം. എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ബില്ലിങ്ങും നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കുന്നത്. അപ്പം കത്തി കുറച്ച് ക്ഷാമമുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ മാങ്ങക്ക്, കത്തിയും ആളും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും മുറിക്കുമ്പോൾ ഇങ്ങനെ ഓടി വന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കഴിച്ച മാങ്ങയും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് റിവ്യൂസൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നുകൊണ്ട് അങ്ങനെ ഒരു ചുമ്മാ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന മാങ്ങ കേട്ടോ. എന്താ ടേസ്റ്റ് നോക്കണമെന്നില്ല, ഒന്ന് തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വലിയ മാങ്ങ, ഇതിൻ്റെ മുകളിൽ കറയൊക്കെയാണ്. 340 ഇതിൻ്റെ കിലോൻ്റെ വിലയൊക്കെ വന്നിട്ട്. കിലോൻ്റെ റേറ്റും പിന്നെ ഏത് തരം മാങ്ങയാണൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ഒരു പച്ച അങ്ങനെയുള്ളത്, പഴുക്കണത്രേ. അപ്പം എല്ലാം 2 ദിവസം കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പം മാങ്ങ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഫുള്ളും കറയാന്ന്. അതുകൊണ്ട് ഇത് നല്ലതാണോ മോശമാണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം മാങ്ങകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. ഞാനും എൻ്റെ ചന്ദ്രക്കാരൻ മാങ്ങ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, കണക്കായിട്ട് എടുത്തത്. അത് 200 രൂപയായിരുന്നു കിലോന്. അപ്പോൾ 6 എണ്ണത്തിന് 60 രൂപ എന്തോ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ ബില്ലിംഗ് സെക്ഷൻ വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ജ്യൂസ് ഉണ്ട് അവിടെ, അത് കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇവരിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നല്ല ഫുൾ പൾപ്പാണ്, മാംഗോൻ്റെ ഫുൾ പൾപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. 50 രൂപയാണ് ഒരു കപ്പിന് വന്നിട്ട്. അപ്പം ഞാനും അമ്മയും വല്യമ്മയും നമുക്ക് 3 ആൾക്കും കൂടെ അങ്ങനെ വാങ്ങി. അച്ഛനും ഏട്ടനും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് ഏട്ടനും ഞാനും എപ്പോഴും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒറ്റൊരു കപ്പേ വാങ്ങാറുള്ളൂ. നമ്മൾ രണ്ടാളും അങ്ങനെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ഫെയറിന് കാണുന്ന നോർമൽ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. സോഫ സെറ്റ്സ്, പിന്നെ നമ്മളെ ഷെൽഫ്, അങ്ങനെ ചുരിദാർ, ചെരുപ്പ്, ബുക്സ്, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, പിന്നെ കുറേ ഇങ്ങനെ മസാജിങ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ വീട്ടിലേക്ക് വേണ്ട സോപ്പ്, അങ്ങനെ 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 ഫെയറിന് കാണുന്ന പല സാധനങ്ങളാണ് പിന്നെ അവിടെ ഉണ്ടായത് കേട്ടോ. അപ്പം നിച്ചുവിന് എന്തെങ്കിലും വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിച്ചുവിന് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. നിച്ചു ഇച്ചിരി വലുതായതുകൊണ്ട് വാങ്ങാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും നിച്ചുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുരിദാറിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. ഒരുപാട് ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും അധികം നോക്കിയിട്ടില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഫെയറിന് ചിലവഴിക്കാൻ നിന്നിട്ടില്ല. മാങ്ക് മാത്രമാണ് അവിടെ കുറേ സമയം ചിലവഴിച്ചത്. ഈ സമയം പുറത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അത് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഈ മുകളിൽ വീഴുന്ന ഒച്ച കേട്ടിട്ട് മനസ്സിലായി അടിപൊളി മഴയായിരുന്നു എന്ന്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കമ്മലിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫെയറിന് പോകുമ്പോൾ ചില സമയത്ത് കമ്മലിൻ്റെ റേറ്റ് ഒരുപാട് കൂടാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മക്കും കുറച്ച് കമ്മലെടുക്കണം, സ്റ്റഡ്സ് എടുക്കണം എന്ന് വീട്ടിൽ നിന്ന് ഇടാനൊക്കെ. നമുക്കെപ്പോൾ ഇങ്ങനെ കോൾഡ് ഇട്ടിട്ട് വേണ്ട, അതുകൊണ്ട് സ്റ്റഡ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും നോക്കി, കാരണം എനിക്കിഷ്ടമായി കുറേ കമ്മൽ 60 രൂപക്ക് 70 രൂപക്ക് അങ്ങനെ വലിയ കമ്മലൊക്കെ അത്രയും റേറ്റിനുണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് ഞാനും കുറേ നോക്കി. അപ്പം ഞാനും ഒന്നെടുത്ത് പൊന്നൂനും ഒന്നെടുത്ത്. എവിടെ പോയാലും കമ്മൽ അങ്ങനെ എടുക്കാറുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മളെ തത്തയും പിന്നെ പാമ്പും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ പിടിക്കണമെങ്കിലൊക്കെ വേറെ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ അതൊന്നും അങ്ങനെ എനിക്ക് പേടിയായിരുന്നു ഒന്നാമത്, അതുകൊണ്ട് ഒന്നും തൊടാൻ നിന്നിട്ടില്ല. അങ്ങനെ കുറച്ച് പെറ്റ്സിനെ കണ്ടിട്ട് പിന്നെ പോയത് പുറത്തേക്കാണ് കേട്ടോ. ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല. പിന്നെ കാലിക്കച്ചർ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്, അവിടെ കുറച്ച് പേര് ഇരുന്നത് വരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സാധാരണ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ചെരുപ്പും അതും ഇതുമൊക്കെ ആയിട്ട്. അങ്ങനെ നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ ക്രോസ് ചെയ്ത് അപ്പുറം പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് ഫുഡ് കോർട്ടിൽ. ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല. നേരെ ഇനി ലുലു മാളിലേക്ക് സിനിമ 7:30 സിനിമ. ഇപ്പം തന്നെ 5 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നേരെ ഊബർ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഴയായതുകൊണ്ടും പുറത്ത് ഭയങ്കര ബ്ലോക്കും ആണ്. അതുകൊണ്ട് ഊബർ കിട്ടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്ന് കേട്ടോ. മഴ പെട്ടെന്ന് പെയ്ത മഴയായതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷീറ്റ് കെട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ഊബറിൽ കയറി. ഇനി നേരെ ലുലു മാളിലേക്കാണ്. നല്ല തിരക്കാണ്, ബ്ലോക്കായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്ക് ഊബറിൽ നമ്മളെ കൊണ്ടുവന്ന പുള്ളിക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് അറിയുന്നതുകൊണ്ട് വേഗം എടപ്പള്ളി എത്തി കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് ഇനി കഴിച്ചിട്ടേ കയറുള്ളൂ, കാരണം 10 മണി 10:30 സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മോളിൽ നിന്ന് കഴിക്കണോ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കണോ അതോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങണോ എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്നാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. അമ്മ അച്ഛനൊന്നും ഇതുവരെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ നിന്ന് കഴിക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റാണ്. നമ്മൾ മുകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വെജ് സെക്ഷൻ തന്നെയാണ് കേട്ടോ പോയത്. വെജിൻ്റെ സെക്ഷനിലേക്ക് അങ്ങനെ പോയി. കോളിഫ്ലവറും പിന്നെ ഗോബി മഞ്ചൂരി, പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അയ്യേട്ടനൊരു ബിരിയാണി എടുത്തു. ഞാൻ ഡോണറ്റാണ് കേട്ടോ എടുത്തത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡോണറ്റും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നമ്മളെ ലുലു ഫാഷൻ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് ഓർഡർ ചെയ്യാൻ ബില്ല് ചെയ്യാൻ നിൽക്കുക കേട്ടോ. 3 ഫുഡാട്ടോ വാങ്ങിയത്. ഇനി ഇത് ഫുഡ് കോർട്ടിൽ നമുക്ക് പോയിട്ട് കഴിക്കാൻ പറ്റും. എവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചാലും ലുലുവിൽ എവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചാലും ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര നല്ല കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ട് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് കാണാൻ പോകുന്നതും നമ്മളെ
പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയാട്ടോ. ആ സിനിമ ദിലീപിൻ്റെ സിനിമ ഇപ്പം ഇറങ്ങിയത്. അതിന് വലിയ ആളൊന്നുമില്ല, പക്ഷെ എന്നാലും അത് കാണാൻ വിചാരിച്ചു. ചിരിക്കാനൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ലേശം എല്ലായിടത്തും എടുത്ത് കഴിച്ചു. എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡോണറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ PVR ഫുഡ് കോർട്ടിൻ്റെ താഴെ കേട്ടോ. അത് ഒരു കൺഫ്യൂഷനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ ഇത്തിരി പതിവായിരുന്നു. നമ്മളിപ്പോൾ ലുലുവിൽ വരുന്നതാണെങ്കിലും ബൈ ഹാർട്ടായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെ കൂടി വരുന്നതല്ലേ. അങ്ങനെ PVRൽ കയറി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഉള്ളിലേക്ക് കയറി. നമുക്ക് PVRൽ കയറുമ്പോൾ എന്തെങ്കിലും ലഗേജൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കണം. ഉള്ളിൽ അവർ കയറ്റില്ല, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് തീരെ കയറ്റില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലഗേജ് ഒന്നും കയറ്റാറില്ല പൊതുവേ. നമ്മളങ്ങനെ ബാഗേജിൽ നമ്മൾ ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ് കയറ്റാത്തതുകൊണ്ട് നമ്മൾ ബാഗേജിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വരുമ്പോൾ തരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളിലേക്ക് കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റിൽ അത്യാവശ്യം കാലിയായിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം റിക്ലൈനറാട്ടോ ബുക്ക് ചെയ്തത്. ആദ്യമായിട്ടാണ് റിക്ലൈനർ ബുക്ക് ചെയ്തത്. ഞാൻ ഒരു വട്ടം റിക്ലൈനറിലെല്ലാം ഇരുന്നിട്ടുണ്ട്. അയ്യേട്ടനും അമ്മ അച്ഛനെല്ലാം ആദ്യമായിട്ടാണ്. അപ്പം ഒന്നാമത് നമ്മൾ ഇത്രയും നടന്ന് ക്ഷീണിച്ച് ടയേർഡായില്ലേ. അപ്പം റിക്ലൈനറിൽ തന്നെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കാലൊക്കെ നീട്ടി വെച്ച് സിനിമ കാണാമല്ലോ, തീരെ ടയർഡ്നെസ് ഒന്നുമില്ല. 2.5 മണിക്കൂർ കാല് താഴ്ത്തി ഇട്ട് വെക്കുമ്പോൾ നല്ല പെയിനായിരിക്കും, പക്ഷെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പം അമ്മേൻ്റെതും വല്യമ്മേൻ്റെതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും മുകളിലാണ് PVRൽ എല്ലാം റിക്ലൈനേഴ്സുള്ള സെക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ റിക്ലൈനർ ലാസ്റ്റ് ഉള്ളത് മാത്രമാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇവർ ആഗ്യേട്ടൻ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവർക്ക്. അങ്ങനെ ഓൾ സെറ്റാണ്. എല്ലാവരും റിക്ലൈനറിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ബാത്റൂം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. 2.5 മണിക്കൂർ AC ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം എടുക്കാനും ഒന്ന് ബാത്റൂം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു PVR തന്നെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല സിനിമയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ സിനിമ വേഗം കഴിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. 2.5 മണിക്കൂർ ഇതാന്ന് പറയുന്ന പോലെ തോന്നി. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങി. അത്യാവശ്യം ആൾക്കാരിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:30 ആയിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല. താഴെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലാണ് കുറേ ആൾക്കാരുണ്ടാവുക. ഇപ്പോൾ മിക്ക കടകളും അടച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഒരു ഊബറും കൂടെ ബുക്ക് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനി എവിടെയും കയറാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.